നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും രംഗത്ത് വന്നു. അല്പം രൂക്ഷമായി തന്നെയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത്. ഒരു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിൻ്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ്. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പരാതികൾ ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. എല്ലാം കോടതി തീരുമാനിക്കും. ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആരോപണ നിഴലിൽ നിൽക്കുമ്പോഴും നടനും MLA-യുമായ മുകേഷിനെ CPM കൈവിട്ടിട്ടില്ല. ലൈംഗിക ആരോപണത്തെ തുടർന്ന് മുകേഷ് MLA സ്ഥാനം ഒഴിയണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടില്ല എന്നാണ് സൂചനകൾ. എന്നാൽ മുകേഷ് സ്ഥാനങ്ങൾ രാജിവെക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും സിനിമാ മേഖലയിലുണ്ട്. സമാന ആരോപണങ്ങളിൽ UDF MLA-മാർ രാജിവെച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നത്. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനിടെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. മുകേഷിൻ്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വീടിന് സമീപത്തെ റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. നടൻ മുകേഷ് ശാരീരികമായി ഉപദ്രവിച്ചു എന്ന പരാതി ഒരു നടി കഴിഞ്ഞ ദിവസമാണ് ഉന്നയിച്ചത്. കലണ്ടർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നുപിടിച്ചു എന്നാണ് നടിയുടെ ആരോപണം. എതിർത്തതിനാൽ അമ്മയിലെ തൻ്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും നടി ആരോപിച്ചു. മുകേഷിനെതിരെ നേരത്തെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. 2018-ലാണ് മുകേഷിനെതിരെ ആദ്യമായി അവർ മീറ്റു ആരോപണം ഉന്നയിച്ചത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിക്കിടെ ഉള്ള അനുഭവമാണ് കാസ്റ്റിംഗ് ഡയറക്ടറായി യുവതി വെളിപ്പെടുത്തിയത്. അന്ന് തനിക്ക് 20 വയസ്സായിരുന്നു പ്രായം. പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും അവർ പറഞ്ഞു. നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകും എന്നും അവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുകേഷിനെതിരെ പ്രതിഷേധം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ് മുകേഷിൻ്റെ പ്രതികരണം.